ഞാനൊരു ആരാധകനാണ്. എനിക്കൊരു വ്യക്തിയോടും ആരാധനയില്ല. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥതയോട്, നിയമവ്യവസ്ഥതയോട്, അതേപോലെ തന്നെ സത്യമേവ ജയതേ എന്ന് പറയുന്ന ടൈറ്റിലിനോട് എനിക്ക് ആരാധനയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്, നിയമവ്യവസ്ഥ കറക്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ തന്നെ ജനങ്ങളുടെ ഭൂരിഭാഗം പ്രശ്നങ്ങളും തീരുന്നതാണ്. നിയമകരങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഹൈക്കോർട്ടിൻ്റെ, അതായത് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ വാഹനമാണിത്. ഈ വാഹനത്തിന് ഒരു വട്ടം പോലും ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഇൻഷുറൻസ് എടുക്കാതെ ഇപ്പോഴും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഗണേഷ് കുമാർ, താങ്കൾക്ക് ഒരു ഉയർന്ന പദവിയാണ് തന്നിട്ടുള്ളത്, MVD എന്ന് പറയുന്നത്. താങ്കൾ അത് കറക്റ്റായിട്ട് നിയോഗിക്കുക. താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് ഗവൺമെൻറ് വാഹനങ്ങളെ ചെക്ക് ചെയ്യാതെ വിടരുത്. ഓരോ വാഹനങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ഫൈൻ പ്രോപ്പറായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ജനങ്ങളുടെ വാഹനങ്ങൾ മാത്രം ചെയ്താൽ പോരാ, ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ വാഹനങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട്, ഓഡിറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.